ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ പല വീഡിയോകളിലായിട്ട് നമ്മൾ നോർമലൈസേഷൻ എന്താണ്, 1NF 2NF എന്നതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തല്ലേ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് നോർമൽ ഫോം 3NF കുറിച്ചാണ്. അപ്പോൾ 3NF എന്താണെന്ന് നോക്കാം. ഈ സെക്കൻഡ് NF ഫോമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ആദ്യം മെൻഷൻ ചെയ്ത ഇൻസർഷൻ, ഡിലീഷൻ, അപ്ഡേഷൻ അനോമലീസ് ഒക്കെ വന്നിരുന്നു. അപ്പോൾ അതേ അനോമലീസൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റിലേഷൻസിനെ സെക്കൻഡ് നോർമൽ ഫോമിൽ നിൽക്കുന്ന റിലേഷൻസ് നമ്മൾ 3NF കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് തേർഡ് നോർമൽ ഫോം എന്ന് പറയാം. അപ്പോൾ ഒരു റിലേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ടേബിൾ അതൊരു 3NF ഫോം തേർഡ് നോർമൽ ഫോമിലാകണമെങ്കിൽ ആ പർട്ടിക്കുലർ റിലേഷൻ സെക്കൻഡ് നോർമൽ ഫോമിലായിരിക്കണം. അതുപോലെ ഒരു നോൺ കീ കോളംസും ഡിപ്പെൻഡ് ചെയ്യരുത് മറ്റ് നോൺ കീ കോളംസിനെ. നോൺ കീ കോളംസ് എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞല്ലോ, അതായത് പ്രൈമറി കീയിൽ ഉൾപ്പെടുന്ന കേസിനെ നമ്മൾ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയും, ഉൾപ്പെടാത്തവയെ നമ്മൾ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. ഈ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സിനെ നമ്മൾ നോൺ കീ കോളംസ് എന്നും പറയുന്നത്. അപ്പോൾ ഒരു നോൺ കീ കോളംസും ഡിപ്പെൻഡ് ചെയ്യരുത് മറ്റ് നോൺ കീ കോളംസിനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ഒരു ടേബിൾ എന്ന് പറയുന്നത് 2NF ഫോമിൽ ആയിരിക്കണം. 3NF ഫോമിൽ ഒരു പർട്ടിക്കുലർ ടേബിൾ ആകണമെങ്കിൽ ഫസ്റ്റ് 2NF ഫോമിലായിരിക്കണം. അതുപോലെ ഒരു നോൺ പ്രൈമറി കീ ആട്രിബ്യൂട്ട്സും ഡിപ്പെൻഡ് ചെയ്യരുത് മറ്റ് നോൺ പ്രൈമറി കീ ആട്രിബ്യൂട്ട്സിനോട്. അതായത് എന്താണ്, അവിടെ ഒരു ട്രാൻസിറ്റീവ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടാകാനേ പാടില്ല. അപ്പോൾ എങ്ങാനും നമ്മൾ 2NF ഇരിക്കുന്ന ആ റിലേഷന് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പർട്ടിക്കുലർ റിലേഷൻ സ്പ്ലിറ്റ് ചെയ്ത് പല ടേബിൾസ് ആയിട്ട് എഴുതണം. അപ്പോൾ 3NF നമുക്കൊരു എക്സാമ്പിളിലൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻ കണ്ടോ, ഇവിടെ എന്തൊക്കെയാണ് ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ്? ബ്രാഞ്ച് നെയിം, അഡ്രസ്സ്, മാനേജർ നമ്പർ, അക്കൗണ്ട് നമ്പർ, ബാലൻസ്, ടൈപ്പ്. ഇവിടെ അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത് പ്രൈമറി കീ ആണ്. അപ്പോൾ ഈ അക്കൗണ്ട് നമ്പറിന് ബ്രാഞ്ച് നെയിമിനെയും അഡ്രസ്സിനെയും മാനേജർ നമ്പറിനെയും ബാലൻസിനെയും ടൈപ്പിനെയൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ടുപ്പിൾസിനെയൊക്കെ യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അക്കൗണ്ട് നമ്പറിന് അതെവിടെ ഇരിക്കുന്ന അക്കൗണ്ട് നമ്പറിന് ഡിറ്റർമൈൻസ് ബാലൻസ്, ടൈപ്പ്, ബ്രാഞ്ച് നെയിം, അഡ്രസ്സ്, മാനേജർ നമ്പർ. പിന്നെ നോക്കിയാൽ വേറൊരു കാര്യം കണ്ടോ, അതായത് റാത്ത് മൈൻസ് ബ്രാഞ്ച് നെയിം ആണെങ്കിൽ അഡ്രസ്സ് എപ്പോഴും 15 UPR റാത്ത് മൈൻസ് റോഡും 1234 ആയിരിക്കും. ഡെയിം ST ബ്രാഞ്ച് നെയിം ആണെങ്കിൽ അഡ്രസ്സ് 1 ഡെയിം സ്ട്രീറ്റും മാനേജർ നമ്പർ 1101 ആയിരിക്കും. ഇതിൻ്റെ അർത്ഥം എന്താണ്, ബ്രാഞ്ച് നെയിമിന് അഡ്രസ്സിനെയും മാനേജർ നമ്പറിനെയും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമെന്നല്ലേ. അതായത് ഇവിടെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിൽ എഴുതിയിരിക്കുന്നത് ബ്രാഞ്ച് നെയിം ഡിറ്റർമൈൻസ് അഡ്രസ് മാനേജർ നമ്പർ. അപ്പോൾ എന്താ പ്രശ്നം വന്നത്, നമ്മൾ നേരത്തെ വന്നപ്പോൾ പറഞ്ഞല്ലോ, തേർഡ് നോർമൽ ഫോമിൽ ഒരു പർട്ടിക്കുലർ റിലേഷൻ ആകണമെങ്കിൽ ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ടും മറ്റ് നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പാടില്ല. ബ്രാഞ്ച് നെയിം എന്ന് പറയുന്ന ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് അല്ലേ, അഡ്രസ്സും മാനേജറും എന്ന് പറയുന്ന മറ്റൊരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് അല്ലേ. ഈ ബ്രാഞ്ചിനെയും ഈ അഡ്രസ്സിനെയും മാനേജർ നമ്പറിനെയും ഡിറ്റർമൈൻ ചെയ്തു. അതിനർത്ഥം എന്താണ്, ഇവിടെ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഉണ്ടായി. മാത്രമല്ല ഇതെന്ന് പറയുന്നത് തേർഡ് നോർമൽ ഫോമിലല്ല. അപ്പോൾ ഈ റിലേഷൻ 2NF ഫോമിലാണ്. അപ്പോൾ നമ്മൾ എന്താ 3NF ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിലേഷന് സ്പ്ലിറ്റ് ചെയ്ത് ഈ ബ്രാഞ്ച് നെയിം അല്ലേ അഡ്രസ്സിനെയും മാനേജർ നമ്പറിനെയും ഡിറ്റർമൈൻ ചെയ്യുന്ന. അപ്പോൾ ബ്രാഞ്ച് നെയിമിനെയും അഡ്രസ്സിനെയും മാനേജർ നമ്പറിനെയും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരു സ്പ്ലിറ്റ് ചെയ്തല്ലോ ഈ റിലേഷൻ, ഒരു ടേബിളിൽ എഴുതും. ബ്രാഞ്ച് നെയിം എന്നാക്കി അതിൻ്റെ പ്രൈമറി കീ. ഇനി മാനേജർ, അക്കൗണ്ട് നമ്പർ, ബാലൻസ്, ടൈപ്പ്, ബ്രാഞ്ച് നെയിം ഇവയിലതിനെയും കൂടെ വേറെ റിലേഷനിൽ വെച്ചു അക്കൗണ്ട് നമ്പർ ആക്കി അതിൻ്റെ പ്രൈമറി കീ. അങ്ങനെ നമ്മൾ ഈ റിലേഷനെ 2NF ഫോമിൽ നിൽക്കുന്ന റിലേഷനെ സ്പ്ലിറ്റ് ചെയ്ത് ഇപ്പോൾ രണ്ട് റിലേഷനും 3NF ഫോമിലാണ്. മറ്റൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഈ എക്സാമ്പിളിൽ എങ്ങനെയാണ്, സ്റ്റഡി ID, കോഴ്സ് നെയിം, ടീച്ചർ ടെൽ എന്ന് പറയുന്ന 4 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. സ്റ്റഡി ID എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി കീ അല്ലെങ്കിൽ പ്രൈം ആട്രിബ്യൂട്ട്. സ്റ്റഡി IDക്ക് കോഴ്സ് നെയിമിനെയും ടീച്ചർ നെയിമിനെയും ടീച്ചർ ടെല്ലിനെയൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി പറ്റും, ടൂപ്പിൾസിനെ യൂണിക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ടീച്ചർ നെയിം സോക്ക് പിസിത്താകുമ്പോൾ ടീച്ചർ ടെല്ല് ഈ വാല്യൂ ആയിരിക്കും.
ചാൻ വ്യാസന ആകുമ്പം ഈ വാല്യൂ ആയിരിക്കും. അതായത് ഉണ്ടല്ലോ, ഈ ടീച്ചർ നെയിമിന് ഈ ടീച്ചർ ടെല്ലിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ലേ. കാരണം എപ്പോഴും ഈ സോക്പിസിത്ത് ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ ഇതായിരിക്കും, ചാൻ വിസന ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ ഇതായിരിക്കും. അതായത് ടീച്ചർ നെയിം ടീച്ചർ ടെല്ലിനെ ഡിറ്റർമിൻ ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. പക്ഷേ ഈ ടീച്ചർ നെയിം എന്ന് പറയുന്നത് ഒരു നോൺ കീ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ നോൺ പ്രൈം ആട്രിബ്യൂട്ടാണ്. ടീച്ചർ നെയിം എന്ന് പറയുന്നത് ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ടാണ് അല്ലേ. അപ്പോൾ അതിനർത്ഥം എന്താ, ഇവിടെ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഉണ്ടായി. 3NF ഫോമിൽ ആകുന്ന റിലേഷനിൽ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമുക്കതിനെ എലിമിനേറ്റ് ചെയ്യണം. അത് നമ്മൾ എന്ത് ചെയ്യും, ഈ റിലേഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഈ ടീച്ചർ നെയിമും ടീച്ചർ ടെല്ലും അല്ലേ ഇതിന് കാരണക്കാരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റഡി ID, കോഴ്സ് നെയിം, ടീച്ചർ നെയിം എന്നും പറഞ്ഞ് ഒരു ടേബിള്, ടീച്ചർ നെയിം, ടീച്ചർ ടെൽ എന്നും പറഞ്ഞ് മറ്റൊരു റിലേഷൻ അല്ലെങ്കിൽ ടേബിളായിട്ട് നമ്മൾ എഴുതും. അങ്ങനെ ഇതൊരു 3NF ഫോമിലാക്കി എഴുതും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് 3NF തേർഡ് നോർമൽ ഫോം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പം 3NFനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.